അക്കുച്ചേട്ടാ, എന്തായി? അരവിന്ദേട്ടൻ പുറത്തിറങ്ങിയോ? അവൻ ഭയങ്കര സന്തോഷത്തോടെ ഇറങ്ങി. സന്തോഷത്തോടെയോ? എവിടെയോ യാത്ര കഴിഞ്ഞ് വരുന്നത് പോലെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയാ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയത്. നീയാ ആവശ്യമില്ലാതെ ടെൻഷൻ ആവുന്നത്. ആ, അതൊക്കെ പോട്ടെ. അരവിന്ദേട്ടൻ സന്തോഷമായിട്ട് വന്നാ മതി. അവന്റെ ഈ ചിരിയും സന്തോഷമൊക്കെ ടെമ്പററിയാ. ശരിക്കുള്ള സന്തോഷം അവന് കിട്ടണമെങ്കിൽ ശ്രേയ ആരാണെന്ന് അവൻ മനസ്സിലാക്കണം. പക്ഷേ ഈ ജന്മത്തിൽ നടക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു കൊടുത്തു, നീ സ്റ്റേഷനിലായതിന്റെ കാരണക്കാരി ശ്രേയാണെന്ന്. വിശ്വസിച്ചില്ല അവൻ. നീ എന്നെ പറഞ്ഞു പഠിപ്പിച്ച് ഞാനില്ലാത്തൊക്കെ പറയുന്ന അവൻ പറയുന്നത്. അത് അരവിന്ദേട്ടന്റെ തെറ്റല്ല. പറഞ്ഞു വിശ്വസിപ്പിച്ച് കയ്യിലെടുത്ത് വെച്ചിരിക്കല്ലേ ശ്രേയ. ആ, അതൊക്കെ മാറിക്കോളൂ അക്കുച്ചേട്ടാ. ഇല്ല കാക്കോത്തി, ഒരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല. അവരുടെ കാര്യത്തില് വിഡ്ഢികളാവാൻ പോകുന്നത് നമ്മളാ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവനെ പറ്റി നിനക്ക് അറിയാനിട്ടാ. വരുന്ന വഴിയില് ഏതോ ഗുണ്ടകള് അവനെ വളഞ്ഞിട്ട് തല്ലി. അത് കണ്ടിട്ട് ഞാൻ അവനെ രക്ഷിച്ചത്. അത് കഴിഞ്ഞ് അവൻ പറഞ്ഞെന്താണെന്ന് അറിയോ? എന്താ? അവന്റെ മുന്നില് എനിക്ക് പേര് കിട്ടാൻ വേണ്ടി ഞാൻ അവനെ ആളെ വിട്ട് തല്ലിച്ചാണെന്ന്. ശ്രേയ എന്തൊക്കെയാ കാണിക്കുന്നെ? രാത്രി സ്റ്റേഷനിൽ ലോക്കപ്പിലാക്കി, ഇപ്പൊ ആളെ വിട്ട് തല്ലിച്ചു. അവളിത് എന്ത് ഭാവിച്ചാ? ഈ പാപത്തിനൊക്കെ മറുപടി പറയേണ്ട സമയത്ത് അവൾ ഒരുപാട് അനുഭവിക്കും. ആളെ വിട്ടത് ശ്രേയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ജിത്തുവിന്റെ ഫ്രണ്ട് ഒരു MLA വന്നിട്ടുണ്ടായിരുന്നു. അയാളുടെ പണിയാണെന്ന് തോന്നുന്നു. ആണോ? അതെ. പാവം അരവിന്ദേട്ടൻ. ഓ, അരവിന്ദേട്ടൻ പാവം. അപ്പൊ ഈ അക്കുച്ചേട്ടൻ പാവമല്ലേ? കൊള്ളാം. പാവം പോലും. എന്നോടുണ്ടോ? എന്റെ അക്കുച്ചേട്ടൻ പാവ. അങ്ങനെയാണെങ്കിൽ ഒരു നറു താമരയാൽ ഇതളണിയാണ് പാതിമുഖം, ഒരു മൊഴിയാലെ മനം കനവെഴുതിയ നീർനദിയായി നീ എങ്ങാണെങ്ങോ കണ്ണിൻ കണ്ണെ തേടി ഇല്ല മമ്മി, ഞങ്ങള് ഹാപ്പിയാ. അതെ, കുഴപ്പമില്ല. മമ്മി, അരവിന്ദ് ഒന്ന് ഞാൻ പിന്നെ വിളിക്കാം. അരവിന്ദ്, കുഴപ്പമൊന്നുമില്ലല്ലോ? സ്റ്റേഷനില് പോലീസുകാർ മര്യാദക്കല്ലേ പെരുമാറിയത്? പോലീസുകാർ മര്യാദ കാണിക്കാതിരിക്കോ മേഡം? ചൈനയിലെ വൺമതില് പോലെ മേഡം എനിക്ക് കട്ട സപ്പോർട്ടായിട്ട് നിൽക്കല്ലേ. എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായ മേഡം വെറുതെ ഇരിക്കില്ലെന്നറിയാം. അത് ശരിയാ. സ്റ്റേഷനിൽ തന്നെ ഭയങ്കര കെയറിംഗ് ആയിരുന്നു. CAയുടെ ഓഫീസ് മുറിയിലെ സോഫയില് സുഖമായി AC ഇട്ട് കിടന്നുറങ്ങി. ഇന്ന് രാവിലെ തന്നെ ചായയും ബിസ്ക്കറ്റും. ചില ക്രിമിനൽസ് പറയാറില്ലേ, പോലീസ് സ്റ്റേഷൻ എന്റെ അമ്മായിയുടെ വീട് പോലെയാണെന്ന്. എനിക്കും അതുപോലെയായിരുന്നു. CA എനിക്ക് ഇവിടേക്ക് വരാൻ വണ്ടി വരെ വിട്ടു തന്നു. പോലീസ് സ്റ്റേഷനിൽ കിടന്ന് ഉറങ്ങി വന്നിട്ട് അഭിമാനത്തോടെ പറയുന്ന കേട്ടില്ലേ? മണ്ടൻ. ഇനി എന്താ ചെയ്യേണ്ടത്? മേഡത്തിന്റെ പവറും ബന്ധങ്ങളും ഒക്കെ അതൊരു ധൈര്യം തന്നെയാ. നമുക്ക് എന്ത് വേണമെങ്കിലും സാധിച്ചെടുക്കാം. എനിക്ക് കിട്ടിയ ബഹുമാനമൊക്കെ മേഡം കാരണോ? താങ്ക്സ്. അതെന്റെ കടമയല്ലേ അരവിന്ദ്, ഞാനത് ചെയ്തു. അതിന് താങ്ക്സ് ഒക്കെ എന്തിനാ? മേഡം വേറെ ലെവലാ. ആ മനസ്സ് മറ്റാർക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാ തുണിക്കിച്ചിടക്കാരിയും ആകാശമൊക്കെ മേഡത്തെ കുറിച്ച് എപ്പോഴും നെഗറ്റീവ് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത്. അവരെന്നെ കുറിച്ച് എന്തു പറഞ്ഞു? അതൊന്നും മേഡം മൈൻഡ് ചെയ്യണ്ട. സൂര്യനെ നോക്കി കുരയ്ക്കുന്ന നായ്ക്കളെ പോലെയാ. വിട്ടുകളാ. ഞാനതൊന്നും മൈൻഡ് ചെയ്യില്ല അരവിന്ദേ. ചുമ്മാ അറിഞ്ഞിരിക്കാന്ന് കരുതി ചോദിച്ചതാ. അവരെന്താ പറഞ്ഞത്? ഓക്കെ, മേഡത്തിന് അറിയണമെങ്കിൽ ഞാൻ പറയാം.
എസ് ഐ വിളിച്ച് എന്നെ രാവിലെ ലോക്കപ്പിൽ നിന്ന് വിട്ടാ മതിയെന്ന് മേഡം വിളിച്ച് പറഞ്ഞെന്ന്. അങ്ങനെയാണോ? അതേന്നെ, ആകാശ് എന്നോട് പറഞ്ഞതാ. അവൻ എന്തോ ഒരു മണ്ടനായിട്ട് വേണം. ആകാശല്ല രവിന്റെ മണ്ടൻ, 1 നമ്പർ മണ്ടൻ നീയാ. നിന്നെ പോലെ തന്നെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാ മതിയല്ലോ. ആലോചിക്കുമ്പോ തന്നെ ചിരി വരുക. മേഡം, ഞാനിപ്പോ വരാവേ. മണ്ടൻ. സങ്കടം വന്നു. പപ്പയ്ക്ക് ഓഫീസിൽ കുറേ വർക്കുണ്ടായിരുന്നു മോളെ. ആണോ? അബി, ഞാൻ പോലീസ് സ്റ്റേഷനില് അല്ല, സ്റ്റേഷൻ എന്ന് പറഞ്ഞ ഓഫീസ് ജിത്തുവിന്റെ അവിടെ ചെന്നപ്പോഴാണ് എല്ലാം മനസ്സിലായത്. മറ്റൊന്റെ ഭാര്യ ഉണ്ടല്ലോ, അവളുടെ പ്ലേ ആയിരുന്നില്ല. അബി, ജിത്തുവിനെ ബുദ്ധിപരമായി യൂസ് ചെയ്ത പെണ്ണ്, അതാ സംഭവിച്ചത്. അബി, നിനക്കറിയാമല്ലോ, എന്നോട് ഞാൻ കള്ളമൊന്നും പറയാറില്ല. ആകെ സത്യം പറയാറുള്ളത് നിന്റെ മുന്നിൽ മാത്രമാണ്. രാഷ്ട്രീയത്തിൽ പറ്റത്തില്ല.